കുറച്ച് ദിവസമായി അല്ലേ. പിന്നെയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നായിരുന്നു. അതുകൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പോയി. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളൊരു മെഷീൻ റിപ്പയർ ചെയ്യാൻ കയറുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് ഒന്ന് ഓവറോളിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കണം അല്ലേ. സോ അത് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. സോ ഇന്ന് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറേ പേര് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഐ ജസ്റ്റ് കമൻ എലാബറേറ്റ് ഇറ്റ് ഹിയർ. കുട്ടികൾ, നമ്മുടെ മുതിർന്നവർക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ഇപ്പം അച്ഛനമ്മമാരായിട്ട് നമ്മൾ വരുന്നത് നമുക്കൊരു പാരൻറ്റൽ ഗൈഡൻസ് കിട്ടിയിട്ടൊന്നുമല്ല അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും തന്നെ അറിയില്ല. അവരും ആദ്യത്തെ പ്രാവശ്യമല്ലേ അച്ഛനും അമ്മയൊക്കെ ആവുന്നത്. പിന്നെ ഇങ്ങനെ അവർക്ക് നമ്മളെ വളർത്താനുള്ള എങ്ങനെ വളർത്തണം, എങ്ങനെ ആയിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നൊന്നും എല്ലാവർക്കും അറിഞ്ഞിട്ടൊന്നുമല്ല. ആരും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഒരു ഗൈഡോ ഒന്നുമില്ല. ഗൈഡ് എന്ന് പറഞ്ഞാൽ പല ബുക്സൊക്കെ ഉണ്ട്. പണ്ട് ഡോക്ടർ സ്പോക്കിൻ്റെ ബുക്ക് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ പ്രഗ്നൻ്റ് ഒക്കെ ആവുമ്പോൾ അത് മേടിച്ച് വായിക്കും. പണ്ട് മുതലുള്ളതാ ഡോക്ടർ സ്പോക്സ് ഗൈഡ് ടു പാരൻറ്റിങ്, അങ്ങനെ എന്താണ്ടാണ് ആ ബുക്കിൻ്റെ പേര്. സോ ഹി വാസ് ദ സ്റ്റാൾവോട്ട് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ എല്ലാവരും ഇന്ന് വരെ അതിനകത്തുനിന്നുള്ള പ്രിൻസിപ്പിൾസൊക്കെ വെച്ചിട്ടാണ് ബേബീനെ എങ്ങനെയാണ് റോക്ക് ചെയ്യേണ്ടത്, യു ഷുഡ് നോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കരുത്, അങ്ങനെയൊക്കെ. നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളെ എങ്ങനെയായിരുന്നു പണ്ട് അപ്പൂപ്പന്മാരൊക്കെ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കല്ലേ. എൻ്റെ മോളുണ്ടായ സമയത്ത് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങൾ, ഇത്ര ഉണ്ടാവും അല്ലേ, കുറച്ച് ഇത്ര ഇതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ ജനിച്ച് 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ട്. അമ്മാവന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ അമ്മയുടെ ബ്രദർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ആഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. നമ്മൾ ഇപ്പം പുതിയ അമ്മയല്ലേ, പെരുമ്പറ കൊട്ടും. നമ്മുടെ ഹൃദയം പെരുമ്പറ കൊട്ടും. അയ്യോ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ സ്ലിപ്പായാൽ നമ്മുടെ ജീവനല്ലേ അത്, അങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കും കേട്ടോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പാരൻറ്റിങ്ങിന് ഒരു ഗൈഡൊന്നും ഇല്ല. നമ്മളെല്ലാം ആദ്യമായിട്ടാണ് പേരൻസ് ആകുന്നത്. സോ ട്രയൽ ആൻഡ് എറർ ബേസിസിലാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, അമ്മയ്ക്ക് എന്നെ അങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, നീ നിൻ്റെ കുഞ്ഞുണ്ടാവുമ്പോൾ നീ അങ്ങനെ ചെയ്തോ, നീ ഒരു അമ്മയാവുമ്പോൾ അങ്ങനെ ചെയ്തോ എന്ന് പറയുമായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് കോൺസ്റ്റൻ്റ്ലി ബിഹൈൻഡ് ഫൈൻഡിങ് ഔട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പാരൻറ്റിങ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 26 വർഷം മുമ്പ് ഡോക്ടർ സ്പോക്സിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ചത്. ഇന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇൻ്റർനെറ്റിൽ അതിപ്രസരല്ലേ. അന്നൊക്കെ വനിതയുടെ ഉള്ളിൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വനിതയുടെ ഉള്ളിൽ കുറുക്കുകളൊക്കെ വരുമായിരുന്നു. കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട സെപ്പറേറ്റ് കുറുക്ക് കണ്ടോ, പനിക്കൂർക്ക, ഇതൊക്കെ വെച്ചിട്ട് മോൾ എന്ത് കൊടുത്താലും കഴിക്കുമായിരുന്നു. കൽക്കണ്ടം, പനിക്കൂർക്ക, നല്ല പച്ചരി, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുറുക്ക്. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആഴ്ച ഒരു ദിവസം കൊടുക്കുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്ക്, പിന്നെ അമ്മ വേറെ എന്തോ ഒരു കായ വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ കുറുക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മദ്രാസിൽ വന്നപ്പോൾ ഞാനതൊക്കെ ബേബി ഫുഡിലേക്ക് മാറി കേട്ടോ. സോ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഈ ഫുഡ് കൊടുക്കൽ മാത്രമല്ല. അപ്പോൾ ശ്രീദേവി ചേച്ചി ഞാൻ പറയാറില്ലേ, ശ്രീദേവി ചേച്ചി അവർ കൂട്ടുകുടുംബം ആയ ഇതുകൊണ്ടുണ്ടല്ലോ, ശ്രീദേവി ചേച്ചിക്ക് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് നല്ല ശ്രദ്ധിച്ച്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ. അവരുടെ മൂത്ത മകൻ ഇപ്പം അവന് 33-35 വയസ്സായി കാണുമായിരിക്കും, എനിക്ക് അത്ര അറിയില്ല, 35 ആയിട്ടുണ്ടാവും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവനുണ്ടായത്. ഒരു അത്രയൊക്കെ ആയിട്ടുണ്ടാവും വയസ്സ് എനിക്ക് തോന്നും, അല്ലേ. അതെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 19 വയസ്സിലൊക്കെ ഉണ്ട്. വാവക്കുട്ടനുണ്ട്, കിട്ടുണ്ണീന്നാണ് വിളിക്കുന്നത്. അപ്പം ശ്രീദേവി ചേച്ചി അവന് ഇങ്ങനെ മിക്സി കേടായിട്ട് പോലും ഇല്ലേ, തലേ ദിവസം ഉഴുന്ന് ഇങ്ങനെ അമ്മയ്ക്കല്ലിൽ വെച്ച് അരച്ചിട്ട് അവന് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും. ആ ഇഡ്ഡലി എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇഡ്ഡലി സോക്ക് ചെയ്യണത് എന്തിലാന്ന് വെച്ചാൽ, ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോക്ക് ചെയ്യണത് സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള നല്ല സത്തുഗുണമുള്ള സാധനത്തിൻ്റെ എന്തോ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ സോക്ക് ചെയ്ത് ഇങ്ങനെ പെസിഞ്ച് ആ വൈലറ്റ് കളറായി ഉണ്ടാവും. എനിക്കത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇതുപോലെ വീട്ടിൽ തന്നെയായിരിക്കണം എനിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതൊരു ഓർമ്മയാണ്.
അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് സുദേവണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇതില്ല എന്താ അവൻ വാങ്ങിച്ചു അന്ന് 10-35 വർഷം മുമ്പ്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആരും ബേക്കറി സാധനത്തിന് വേണ്ടിയിട്ട് കരയരുത്, ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി തന്നെ, ചേച്ചി എന്തോ കെൽട്രോണോ അങ്ങനെ എന്തോ ജോലിയായിരുന്നു, ജോലിയുള്ള ആ ചേച്ചി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പം ഞാനും ഇതുപോലെ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, ഇതൊക്കെ ഞാനും ചെയ്തു. ഞാനെന്ത് ചെയ്തു, ഇതേപോലെ അവൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു മോൾക്ക്, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അമ്മച്ചി അരവിന്ദിൻ്റെ അമ്മ പോലും അന്നത്തെ കാലത്ത് ഷീ യൂസ് ടു ബേക്ക്. കാരണം അത്ര പ്രോഗ്രസീവായിരുന്നു കേട്ടോ. വിമൻസ് ഇറ മാഗസിനൊക്കെ നോക്കിയിട്ട് അമ്മച്ചി അത് ബേക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന് അരവിന്ദ് എപ്പോഴും പറയും. ടീ കേക്കൊക്കെ എപ്പോഴും ബേക്ക് ചെയ്യും, അവരുടെ വീട്ടിൽ അന്നേ അവനൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പാരൻറ്റിങ് രീതികളും വ്യത്യസ്തമാണ്. അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ മക്കളെ വളരെ മിടുക്കികളാക്കണം എന്ന് തന്നെയായിരിക്കും അല്ലേ ആഗ്രഹിക്കുക. എൻ്റെ അമ്മയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പുസ്തകങ്ങളോടുള്ള ഒരു പ്രതിപത്തി എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ ബ്രദർ അങ്ങനെ വായിക്കില്ല കേട്ടോ, എന്നാലും ഗൈഡൻസസ് ഒക്കെ ഉള്ള ബുക്സൊക്കെ കൊടുത്ത് അവൻ വായിക്കും. ഞാനെടുത്ത് ഇങ്ങനെ പറയും, മോനെ ഇത് വായിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ അതൊക്കെ മേടിക്കും കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു വായനാ ശീലമൊന്നുമില്ല. പക്ഷെ എൻ്റെ അനുജൻ്റെ മകൻ ഒരുപാട് വായിക്കും, എൻ്റെ മകൾ ഒരുപാട് വായിക്കും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, അപ്പം എനിക്കിങ്ങനെയുണ്ട്, ചെറുപ്പം മുതലേ ബുക്ക് എടുത്ത് കൈ കൊടുക്കൂ നിങ്ങൾ കുട്ടിയുടെ, ആ കുഞ്ഞ് നല്ല ഒരു സിറ്റിസണായിട്ട് മാറും എന്നുള്ള ഒരു മനസ്സിൽ ഉള്ളതുകൊണ്ട് ഞാൻ അമ്മ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വായിക്കണ ബുക്സ് എന്തൊക്കെയാണെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് എൻ്റെ മകൾക്ക് ഞാൻ എപ്പോഴും നല്ല ബുക്സ് കൊടുക്കണം എന്നാണ് കേട്ടോ ആലോചിക്കുക. അപ്പോൾ അവൾ 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലേ ഞങ്ങൾ ബുക്സാണ് വാങ്ങിക്കുക. അത് എങ്ങനത്തെ ബുക്സാണെന്ന് വെച്ചാലില്ലേ, അത് നമ്മൾ ഇപ്പോൾ റാബിറ്റ് എന്നാണെങ്കിൽ ആ റാബിറ്റിൻ്റെ ഫോട്ടോ ഉണ്ടാകും, ആ റാബിറ്റിൻ്റെ ഫറ് പോലത്തെ ഇപ്പം ഉണ്ടാവില്ലേ അതിൻ്റെ ചെവിയുടെ അവിടെയൊക്കെ ചെവി ഉണ്ടാക്കിയിട്ടുണ്ടാവും അവർ വിത്ത് കോട്ടൺ. അപ്പം നമ്മൾ അത് തൊട്ട് നോക്കും, കോട്ടണിലെ പറിച്ചാലൊന്നും പോരില്ല, അതുപോലെ സ്റ്റഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അമേരിക്കൻ ബുക്സ്. അങ്ങനത്തെ ബുക്സ് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടി ബുക്സ് കണ്ടിട്ടുണ്ടാവും, ചെറുതായിട്ട് ആനിമൽ നെയിം, പ്ലാന്റ്സ് നെയിം എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ മറിച്ച് നോക്കാൻ പറ്റും. കാണും ഞാനിപ്പം ഇവിടുത്തെ ലുലുവിൽ പോയപ്പോൾ അവിടെ ഒരു മേള നടക്കുന്നത് ആ ബുക്സിൻ്റെ, ഈ കുഞ്ഞു ബുക്സിൻ്റെ ഇത്ര ഉള്ളത്. ഞാൻ പറഞ്ഞു, ദൈവമേ, ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇതുണ്ടല്ലോ ഇപ്പോഴും, ആളുകൾ വാങ്ങിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. ചെറുത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും ഇങ്ങനെ സ്ക്വയറായിട്ട്. അപ്പോൾ കുഞ്ഞിന് പിടിച്ച് നോക്കാൻ പറ്റും. അത് കട്ടിയുമാണ്, അത് നിങ്ങൾ കടിച്ച് പറിക്കാനൊക്കെ നോക്കും, അത് നത്തിങ്, നോ പ്രോബ്ലം, അത് കീറത്തേ ഇല്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാനത് ഈ പാവം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. സോ ദാറ്റ് അവർക്ക് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ 1-2 വെക്കേണ്ടായിരുന്നു അല്ലേ. മോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയും, അമ്മ എങ്ങനെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്തതെന്ന്. അന്ന് നമ്മൾ വിചാരിക്കും ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആ കുട്ടികൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് ഓർത്താണ്. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, കിട്ടാത്തതുകൊണ്ടല്ല. സോ പാരൻറ്റിങ്ങിൻ്റെ ഒരു ടിപ്പ് കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ കുഞ്ഞു ചെറുപ്പത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കില്ലേ കുട്ടികളെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ പേര് വിളിക്കുന്നത്. ഇപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡ് പേര് വിളിക്കുന്നു എന്ന് കരുതി നോക്കിയിട്ട് മോൾട്ടി എന്നാണ് വിളിക്കുക. അപ്പോൾ എൻ്റെ മോളിനെ മോൾട്ടി എന്ന് ചെറുപ്പത്തിൽ വിളിക്കുമായിരുന്നു. പക്ഷെ അത് ആ കുഞ്ഞു പ്രായത്തിൽ. പിന്നീട് അത് അങ്ങോട്ട് നമ്മൾ അങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടാവുമോ? വലുത് നമ്മൾ അമ്മയല്ലേ, അപ്പോൾ നമ്മൾ അത് മാറ്റി മോളെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കണേൽ നല്ലത്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളോട് എന്താ പറയുക, അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂ, അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവാ എന്ന് പറയുമ്പോൾ മോൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. മനസ്സിലായ? അപ്പം ഞാനും അതേപോലെ തന്നെ മോളെ അച്ഛനെ വിൻ്റെ എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ പറയും, മോളെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവാം, അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഇതേ ഒരു രീതിയാണ് ഞങ്ങൾ വേറെ ആരെങ്കിലും, മോളെ ആ അങ്കിളിൻ്റെ അടുത്ത് പറയൂ, നമസ്കാരം പറയൂ, അല്ലെങ്കിൽ ആ ആൻറ്റിയോട് പറയൂ, ഹീര ചാച്ചനോട് പറയൂ, മഞ്ജു ചാച്ചിയോട് പറയൂ, അങ്ങനെ ഞങ്ങൾ പേര് ഇങ്ങനെ പറയും. ഒരിക്കലും ഞങ്ങൾ കുട്ടികളെ അവരുടെ പേര് വെച്ചിട്ട് പറയാറില്ല. അങ്ങനെ പറയുന്നത് മോശമാണ്. നമ്മൾ ചെറുപ്പത്തിലെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണ് ഇട്ട് കൊടുക്കുന്നത്, അതല്ലേ അവർ പിന്നീട് വലുതാവുമ്പോഴും അവർ കൊണ്ടു നടക്കുക.
ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഒരമ്മ ഒരു പയ്യൻ ബാങ്ക് കൊള്ള ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം വെച്ചപ്പോൾ അവൻ കിടന്നുറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്, ഞാൻ റൂം പൂട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്? ആ അമ്മ വളർത്തിയ വിധം തെറ്റായി പോയെന്നോ എന്താണ് ആ അമ്മ പറയുക? അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെങ്ങനെയാണ് അങ്ങനെ ആയത്? ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കളവുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചിട്ട് അവരെ തിരുത്താൻ ശ്രമിക്കാതെ ഇരുന്നോ? ആർക്കറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ എല്ലാം നമ്മളെ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് ഇങ്ങനെയുള്ള ഇതിൽ. എനിക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയില്ല. എനിക്ക് എന്തോ ആ ഗെയിം ഇഷ്ടമല്ല, പണ്ടേ എനിക്കിഷ്ടമല്ല. ഞാൻ പറയും അതൊരു തരം നെഗറ്റീവ് ഇതുപോലെയാണ്. അത് ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, നീ കണ്ടുപിടിച്ചുകൊണ്ട് വരുമോ? അങ്ങനെ പോയി അത് തേടി 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 കണ്ടുപിടിച്ചുകൊണ്ട് തരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കിട്ടിയോ അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് എന്തോ, ഞാൻ പറയുക അത് അറിയില്ല കേട്ടോ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണേ. അത് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നു, എടുക്കുന്നു. അപ്പം നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഒരു പ്രവണത ഉണ്ടാവില്ല ആ കുട്ടിക്കെന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുകയാണ് കേട്ടോ. ആഹാര സാധനങ്ങൾ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിള്ളേർ പോയിട്ട് കട്ട് തിന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഒളിപ്പിച്ച് വയ്ക്കാനേ പോകരുത്. അതെടുത്ത് ടേബിളിൽ വെച്ചിട്ട് ആവശ്യമുള്ളത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വരുന്ന അടുത്ത വീട്ടിൽ അല്ല അടുത്ത മാസം കുറച്ച് ഗസ്റ്റ് വരും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ചായ കൊടുക്കുമ്പോൾ കടിക്കാൻ കൊടുക്കാനാണോ? നിങ്ങളുടെ മക്കൾ കഴിച്ച് വളരട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ടോയ്ൽ ചെയ്യണത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ആ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെക്കുന്നത്, അല്ലേ? അവർ ചിലപ്പോൾ നടന്നും കയറിയൊക്കെ തിന്നുമായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഏത്തക്കായ ഉണ്ടാവുമായിരുന്നു, നേന്ത്രൻ. അപ്പോൾ ആൻറ്റിമാരൊക്കെ, അച്ഛൻ്റെ സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ വെളിച്ചെണ്ണയുമൊക്കെ ആട്ടുന്നതും എല്ലാം. അപ്പോൾ അത് ആട്ടിക്കൊണ്ടുവരുമ്പോൾ അവർ വലിയ ഉരുളിയിൽ പുറത്ത് വെച്ചിട്ട് കത്തിച്ചിട്ട് വറക്കും. വലിയ ബിസ്ക്കറ്റിൻ്റെ ടിൻസിലെ അങ്ങനത്തെ ടിൻസിൽ ഇത് വെക്കും, എന്താണ്, ന്യൂസ് പേപ്പർ വെച്ചിട്ട് വറുത്ത് കൊട്ടയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട്, ഇങ്ങനെ ഉപ്പ് തളിക്കുകയാണ് ആ സമയത്ത് ഇട്ടിട്ട് ഇതിനകത്ത് അടച്ചു വയ്ക്കും. ആ ആൻറ്റി, സരു ആൻറ്റി അങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു. എൻ്റെ അച്ഛമ്മയാണ് അധികം അങ്ങനെ കിറുകി ഇങ്ങനെ അരിഞ്ഞിടും. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിള്ളേർ വന്നും പോയി എടുത്ത് തിന്നണേ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനേ ഇല്ല. ചക്ക അതുപോലെ വറുത്ത് വെക്കും, നേന്ത്രക്കായ വറുത്ത് വെക്കും. ഇത് രണ്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിറച്ച് തിന്നും ഞങ്ങൾ. നമുക്കത് വേണം എന്നുള്ളൊരു ക്രേവിങ്, നമുക്കത് ലെഫ്റ്റ് ഔട്ടായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്, അല്ലേ? അത് ചെയ്യേണ്ടതാണ്. അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഏർജ് ഉണ്ടാവില്ലേ? പഴമാണെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും ഇതിൽ സ്റ്റോർ റൂമിൽ. ഒരു മണമാണ് ആ റൂമിലൊക്കെ ചെല്ലുമ്പോൾ. നമ്മളിങ്ങനെ ഊരി എടുത്തിട്ട് പോയിട്ട് കഴിക്കും. സോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് കൊടുത്തേക്കണം. നമ്മളുടെ മക്കൾ ഒരിക്കലും അയ്യോ അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്ന് ഒരിക്കലും അവർക്ക് ആഗ്രഹം ബാക്കി വയ്ക്കാൻ പാടില്ല. കാരണം മറ്റുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ ചില പിള്ളേർ പോയിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്തെടുത്തിട്ട് പോകണേ. ദാറ്റ്സ് ബിക്കോസ് അവർക്ക് അത് തിന്ന് കൊതി തീർന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അതൊക്കെ പിള്ളേർക്ക് ഒരു ചെറിയ ഗൈഡൻസ് പോലെ വി ഷുഡ് ഷോ ഹൗ ഇറ്റ് ഷുഡ് ബി. നമ്മൾ ഈ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ അണ്ടിപ്പരിപ്പാണ് ഇരിക്കട്ടെ, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പേരൻസ് ആണ് അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. യു ഷുഡ് ഓൺലി ടേക്ക് ഇങ്ങനെ 1 or 2. ഒരു എറ്റിക്കറ്റ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ യു ഷുഡ് നോട്ട് ഗ്രാബ് ഇറ്റ് ലൈക്ക് ദിസ് കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും. അവരതേപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് തിന്നും. വൈ ഷുഡ് യു ഡു ദാറ്റ്? നമ്മൾ അവിടെ ഇരുന്ന് നീറ്റായിട്ട് ഓരോന്നായിരിക്കണം കഴിക്കേണ്ടത്. തോന്നുന്നില്ലേ? ചെറിയ ടിപ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? എല്ലാവരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മോള്, ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ഈ ഫോട്ടോ? ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ? ഈ ഫോട്ടോയിൽ അവൾ നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ അങ്ങനെ നിൽക്കുന്നതെന്ന് അവളിങ്ങനെ നോക്കിയിട്ട് ചെയ്തതാണ്. ഇതൊരു എക്സാമ്പിളാണ് ഹൗ ഇറ്റ് ഇസ്. ഇത് കണ്ടോ? പഴയത് കാണാവോ? ഇത് അരവിന്ദാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല സാമ്യമാണ് മോളുമായിട്ട്. പണ്ടത്തെ പപ്പയുടെ ജീപ്പെല്ലാം കിടക്കുന്നത് എത്രയോ വർഷമായി, 50-58 വർഷമായി. അപ്പോൾ ഇതതിൻ്റെ കൂടെ വെച്ചിരുന്നാണേ, അതുകൊണ്ട് ഞാൻ കളയാതിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ എടുത്തേക്കാം. മോള് നിന്നുണ്ടോ? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവൾ എന്നെയാണ് എമുലേറ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ ആരോ പറയണ്ടായിരുന്നു, അതെ ഐശ്വര്യ റായ് വന്ന് നിന്നാലും ശരി എന്നെ ആയിരിക്കും എൻ്റെ മക്കൾക്ക് ഇഷ്ടം, എന്നെയാണ് അവർ അമ്മയെന്ന് വിളിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ പേരൻസിനെയാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ വണ്ണമുള്ളവരാണെങ്കിലും വണ്ണം കുറഞ്ഞവരാണെങ്കിലും കറുത്തവരാണെങ്കിലും അമ്മ അച്ഛൻ അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും രൂപത്തിലല്ല അല്ലേ, തങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറോട് ചേർന്ന് നമ്മളുടെ അടുത്തേക്കാണ് ഓടി വരിക അല്ലേ. അപ്പം നമ്മൾ വേണം ആ മക്കളെ നല്ല ഗൈഡൻസ് കൊടുത്ത് വളർത്താനായിട്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളും ചെറിയ ചെറിയ ഇതിനൊക്കെ അച്ഛനമ്മമാർ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയ കള്ളന്മാരായിട്ട് മാറും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. പിന്നെ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുഞ്ഞു ചെറുപ്പത്തിലെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. പേര് പറഞ്ഞ് ആരെയും വിളിക്കാൻ സമ്മതിക്കരുത്, അതപ്പോഴേ മാറ്റുക. റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ, അവരപ്പം തന്നെ തിരുത്തണം. എന്താ പ്രശ്നം എന്നറിയോ, അച്ഛനും അമ്മയും തിരുത്തണം. അല്ലാതെ അപ്പൂപ്പൻ അമ്മൂമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ അങ്ങനെ ആളിച്ച് വഷളാക്കി വെക്കും. പിന്നെ അല്ലെങ്കിൽ അപ്പച്ചിമാരോ പിന്നെ ആൻറ്റിമാരോ അല്ലെങ്കിൽ ചെറിയമ്മമാരോ അവരൊന്നും തിരുത്താൻ പോകരുത്. കാരണം ആ അമ്മയും ഈ ചെറിയമ്മയും തമ്മിലുള്ള ഇരിപ്പുവശം തെറ്റും കേട്ടോ. അപ്പോൾ അവനവൻ്റെ മക്കളെ അവനവൻ തന്നെ പാരൻറ്റിങ് ചെയ്യുക. ആൻഡ് ഈവൻ ഫോർ ഡൂയിങ് ദ ഹോം വർക്ക്സ് ഓൾസോ യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് ടു മച്ച് ഓഫ് ഇൻവോൾവ്ഡ് ഇൻ യുവർ നീസസ് ഓർ നെവ്യൂസ് എക്സാംസ് എക്സെട്ര കേട്ടോ. മേ ബി പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു സിസ്റ്റം. എൻ്റെ അമ്മാവനൊക്കെ വീട്ടിൽ വന്നിട്ട് എന്നെ പഠിപ്പിക്കും. ബിക്കോസ് അമ്മാവനെന്ന് ഞാൻ പറഞ്ഞില്ലേ മാത്സ് ടീച്ചറായിരുന്നു, അതുകൊണ്ട് വന്ന് പഠിപ്പിക്കും. അത് അങ്ങനെ ഒരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കും. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ ആൻറ്റിമാരുണ്ടെന്ന് വിചാരിച്ചോ, അപ്പച്ചിമാരുണ്ടെങ്കിൽ അവരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചുമതല അത് ഏറ്റെടുത്ത് അതിരിക്കുകയാണ് നല്ലത്. കാരണം നാളെ ഒരു ദിവസം ദിസ് ഇസ് ഗോയിങ് ടു കം ബാക്ക് ടു ആസ് എ ബൂമറാങ്. ഈ കുട്ടിയെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചത് ഇവനെ എല്ലാം പൊട്ടത്തെറ്റാ പഠിപ്പിച്ചു വെച്ചെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ. അതുകൊണ്ട് ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്, ഓൾ ദീസ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്. കാരണം പേരൻസ് തന്നെയായിരിക്കണം പാരൻറ്റിങ് ചെയ്യേണ്ടത്, നോട്ട് ആൺസ്, നോട്ട് ഗ്രാൻഡ് പേരൻസ്, നോട്ട് ഈവൻ ദ നെയ്ബേഴ്സ് കേട്ടോ. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ അല്ലേ. എൻ്റെ മോനും 4ല്ല, അതുകൊണ്ട് നിങ്ങളുടെ മോനും 4ലല്ലേ, ഇങ്ങോട്ട് വിട്ടോളൂ ഒന്നിച്ചിരുന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ആ പരിപാടിക്കേ പോകണ്ട. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ട്യൂഷൻ ഇറ്റ്സ് ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് മണി ദറ്റ്സ് ഫൈൻ, അതർവൈസ് ഡോണ്ട് ഡു ദിസ്. ദാറ്റ്സ് എ മിസ്റ്റേക്ക് വാട്ട് യു ആർ ഡൂയിങ്. അത് നിങ്ങളും അങ്ങനെ വിടണ്ട. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ ട്യൂഷൻസ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതുപോലെയുള്ള ആൻറ്റിമാർ അങ്കിൾമാർ നെയ്ബർമാരെയൊക്കെ കൊണ്ടിട്ട് പഠിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരും പഠിപ്പിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കാനും പാടില്ല. ബിക്കോസ് ഒരുപാട് സംഭവങ്ങൾ ഞാനിങ്ങനെ കണ്ട് എല്ലാവരും പറയും, അപ്പോൾ കുട്ടികളല്ലേ, കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ വല്ലതുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടേ സഹിക്കാൻ. എന്നെ അടി പൊടി എന്നൊക്കെ വിളിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ കണ്ടു. എന്നെയല്ല, ഒരാൾ ആ കൊച്ചിൻ്റെ ഇങ്ങനെ പിടിച്ചപ്പോൾ നീ പോടാ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കിക്കിന്ന് ഇരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അയ്യോ പ്രോത്സാഹിപ്പിക്കല്ലേ ചേച്ചി, അവളിങ്ങനെ എപ്പോഴും പറയുന്നു പറഞ്ഞിട്ട് നല്ല അടി വെച്ചു കൊടുത്തു കുട്ടിക്ക് കേട്ടോ. പറയാൻ പാടുണ്ടോ അങ്ങനെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഷീ വിൽ റിമെമ്പർ. അത് എനിക്ക് അടിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കണ്ടു നിന്ന് ചിരിക്കുകയുള്ളൂ, എനിക്ക് അടിക്കാൻ പറ്റുമോ അങ്ങനെ? സ്ട്രോങ് അല്ലേ, ഇങ്ങനെ വലിയ ആൾക്കാരെ അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത്. ഞാൻ കണ്ടു നിന്ന് ചിരിച്ചിട്ട് പോകും, ഞാൻ പോലും ചിരിക്കാൻ പാടില്ല അവിടെ. സോ ദീസ് ആർ ദ തിങ്സ്. ഇതൊക്കെ മൈന്യൂട്ടായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ വലുതായിട്ട് പോലും ഈ ചെറിയ ചെറിയ കളവുകൾ ചെയ്താണ് അവർ വളരെ മോശം വ്യക്തിത്വമായിട്ട് മാറുന്നത്, പിന്നീട് കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്കും സാധിക്കാതെ വരുന്നത് അല്ലേ. ഇതൊരു അവസ്ഥയാണല്ലേ അത്. കുഞ്ഞുങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെ വേണം വളർത്താനായിട്ട്. അവർ വലിയ വായിൽ വലിയ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. ഓക്കെ, ഇത് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും ഞാൻ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. കാരണം നമുക്ക് ഒരു 1 മിനിറ്റിൽ റീലിൽ ഇത് ഒതുക്കാൻ പറ്റില്ല. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ടോക്ക് ഇൻ
ഡീറ്റെയിൽ. അച്ഛനമ്മമാർ, ജോലിക്ക് പോകുന്നവർ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വൈകുന്നേരം വന്നിട്ട് അച്ഛനോ അമ്മയോ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് പഠിപ്പിക്കുക. അത് ഈ ആൻറ്റിമാരെയും അങ്കിൾമാരെയും ഒന്നും ഏൽപ്പിക്കാതിരിക്കുക, ഈവൻ കൂട്ടുകുടുംബമാണെങ്കിൽ പോലും. ചിലപ്പോൾ നിങ്ങളുടെ മദർ ഇൻ ലോ വന്നിട്ട് ടീച്ചറായിരിക്കാം, അവർ ആയിരുന്നിരിക്കാം, അവർക്ക് മേ ബി മാത്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ്, ബട്ട് സ്റ്റിൽ പാരൻസ് ആയിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിപ്പിച്ചിരിക്കണം കേട്ടോ. അത് എൻ്റെ പാരൻറ്റിങ് അനുഭവം മാത്രമല്ല ഞാൻ പറയുന്നത്, സോഷ്യലായിട്ടുള്ള ഒരു അവലോകനത്തിൽ നിന്നുകൂടിയാണ് കേട്ടോ ഞാൻ പറയണേ. ഓക്കെ ദെൻ, അപ്പോൾ ചിയേഴ്സ്. നാളെ വരാൻ നോക്കാം. ബൈ.